എന്റെ ഉണ്ണിക്ക് ഉണ്ടാവുന്ന വന്നിട്ട് പോയില്ല. നല്ലത് സങ്കടപ്പെടുത്തല്ലേ. എല്ലാവർക്കും നമസ്കാരം. മെന്റലിസം, ഹിപ്നോട്ടിസം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിൽപ്പുണ്ട്. ഇത് ഉഡായിപ്പാണോ, അല്ലെങ്കിൽ ഈ ഹിപ്നോട്ടിസ് ചെയ്യുന്ന പരിപാടി വെറും ഫ്രോഡാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിർബന്ധമായി വേണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇതൊരു ഉഡായിപ്പാണെന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ ഉള്ള ഓഡിയൻസിനാണ് ഈ ഒരു ഡൗട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇത് ഉഡായിപ്പാണ്, ഇത്രയും ഒരു ഫ്രോഡ് പരിപാടിയൊക്കെ എന്തിന് നാട്ടുകാരെ പറ്റിക്കുന്നു, നാട്ടുകാരെ കണ്ണിൽ പൊടിയിടുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. എന്നാൽ കുറെ പേർക്കുള്ള ഡൗട്ട് മെന്റലിസവും ഹിപ്നോട്ടിസം ഒന്നാണ്. ഒരിക്കലും അത് ഒന്നല്ല. ഹിപ്നോട്ടിസം വേറെ, മെന്റലിസം വേറെയാണ്. ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് മരിച്ചുപോയ ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ആരെ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഒരു സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ മരണപ്പെട്ടു പോയി. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അയാളെ തിരിച്ച് കാണാൻ പറ്റത്തില്ല. എന്നാൽ ഹിപ്നോട്ടിസം വഴി ആ വ്യക്തിയെ വീണ്ടും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മളൊരു സ്വപ്നത്തിലൂടെ കാണുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അത് റിയൽ ആയിട്ട് കാണുന്നത് പോലെ നമുക്ക് തോന്നും. അത് കാണുന്നത് ഒരിക്കലും ആ വ്യക്തി നേരിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കില്ല. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ ആ വ്യക്തിയായി നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ആരെ കാണാൻ ആഗ്രഹിച്ചോ ആ വ്യക്തിയായി കാണാൻ സാധിക്കും. അതുപോലെ ഇതിൽ കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. ഡ്രസ് ഇല്ലാതെ വരെ കാണാൻ പറ്റുന്ന സെറ്റപ്പിൽ ഇതിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അത്തരം പരിപാടികൾ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്റെ ലൈഫിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്, അയാളെ എനിക്ക് കാണണമെന്ന് ഒരാഗ്രഹം, ഇനി ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഈ ഹിപ്നോട്ടിസം വഴി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് ഉഡായിപ്പാണെന്ന് പറയുന്ന ഒരു ഭാഗം ആൾക്കാരും മറ്റൊരു ഭാഗത്തുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടിട്ട് തൊപ്പിയുടെ ലൈവില് ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന ഒരു പയ്യൻ വന്നിട്ട് തൊപ്പിയുടെ ലൈവിൽ ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. ഈ റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മേന വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ഒന്ന് കണ്ടുറന്ന് ധാരാ ധാരാ റിയലാ ആടാ, ഒന്നുമില്ല. എടാ, അമ്മമ്മ മരിച്ചു പോയത് ഒരാളും അഭിനയിക്കാൻ നിൽക്കൂല. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിനയാന്ന് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതായത് തൊപ്പിയുടെ ലൈവിൽ വന്നിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഹിപ്നോട്ടിസ്റ്റ് ചെയ്ത ആ പയ്യന് തന്റെ അമ്മമ്മ മരിച്ചുപോയ വ്യക്തിയാണ്, അവരെ കാണിച്ചു കൊടുത്തു. ആ ഒരു ഇമോഷണലി അവൻ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഉഡായിപ്പാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ ഇത് ഉഡായിപ്പല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക, ഇത് ഉഡായിപ്പല്ല. അങ്ങനെ കാണാൻ സാധിക്കും. കാണിച്ചു കൊടുക്കുന്നത് കാരണം ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ ഓഫ് കോഴ്സ് അത് നമ്മുടെ ഭാവിയെ ഉറപ്പായിട്ട് ബാധിക്കും. അങ്ങനത്തെ വിഷയവും ഈ ഒരു ഹിപ്നോട്ടിസത്തിലൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ ഒരു സുഹൃത്ത് സംസാരിക്കുന്നുണ്ട്, ഞാൻ അത് കൊടുക്കാം. അതിനു മുന്നേ അവൻ തന്നെ, അതായത് പെട്രാക്സ് ബോയ് എന്ന ഇൻഫ്ലുവൻസർ ആയ വ്യക്തി, അവന്റെ റിയൽ നെയിം അജ്മലാണ്. അവൻ ഈ ഹിപ്നോട്ടിസം ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഈ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അവന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അറ്റൻഡും ചെയ്യാം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അവൻ ഇതുപോലെ ഹിപ്നോട്ടിസം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. ഒരു പെൺകുട്ടിയുടെ മരിച്ചുപോയ അച്ഛനെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. നല്ലത് മാത്രം പറയാ, സങ്കടപ്പെടല്ലേ, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അച്ഛനായിരിക്കും, ഏറ്റവും ഇഷ്ടമുള്ള അച്ഛനായിരിക്കും. അച്ഛന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. ഇതാ നോക്കി, ഇതാണ് നോക്കി. ഇതാരാ? സങ്കടപ്പെടത്തില്ല, ഭയങ്കര സന്തോഷം മാത്രം മതി. ഇതാരാ നോക്കി? എണീച്ച് കരയാൻ പാടില്ല കേട്ടോ, കരയാൻ പാടില്ല. അച്ഛനെ കണ്ട കരയാൻ പാടില്ല, ഭയങ്കര സന്തോഷം മാത്രം മതി.
അജ്മൽ ഒരു പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റ് ആണ്, അതുപോലെ തന്നെ മെന്റലിസ്റ്റ് ആണ്, പിന്നെ കൗൺസിലിംഗ് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഉഡായിപ്പാണ്, ഇത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണെന്നൊക്കെ. എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഉഡായിപ്പല്ലെന്ന് പറയുന്നത്. അവൻ എന്റെ സുഹൃത്താണ്, ഇതിനെപ്പറ്റി ഞാൻ അവൻ്റെ അടുത്ത് ഇതിനു മുന്നേ സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ പറ്റുന്ന കാര്യമാണ്, അല്ലാതെ ആ ഉടായ്പ കാണിക്കുന്നതൊന്നുമല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ വിഷയങ്ങളും മെന്റലിസം ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്ന ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പെട്രാക്സ് ബോയ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പെട്രാക്സ് സോഷ്യൽ മീഡിയ പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റ് ആണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, മോർ ഓവർ ഹീലർ ആണ്. ഞാൻ വീഡിയോ ഒരാളുടെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഞാൻ മെന്റലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞില്ല, കാരണം ഞാൻ മെന്റലിസ്റ്റ് അല്ല, ആക്ച്വലി ഹിപ്നോട്ടിസ്റ്റ് ആണ്. മെന്റലിസം എന്ന് പറഞ്ഞാൽ മെന്റലിസം ഹിപ്നോട്ടിസം തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാസർഗോഡ് പോലെയാണ്. മെന്റലിസത്തിൽ മാച്ചിന്റെ ഹയർ ഫോമായിട്ട് ആളെ ചിന്തിപ്പിക്കുന്ന സൈക്കോളജിക്കൽ ഇല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് സന്തോഷം പകരുന്ന അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് മെന്റലിസം. എന്നാൽ ഹിപ്നോട്ടിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം ഒരാളുടെ ബോധ മനസ്സിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്ലേറ്റിലോട്ട് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഹീൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ ചൈൽഡ് എന്തെങ്കിലും ഒരു കുട്ടിക്കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആൻസൈറ്റി, സൂയിസൈഡ് ടെൻഡൻസി പോലത്തെ പല അസുഖങ്ങളെയും ക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് ആക്ച്വലി ഹിപ്നോട്ടിസം. അതിനെ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കുറച്ചധികം ആളുകൾ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം എന്റർടൈൻമെന്റ് പർപ്പസിനോട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യയിൽ ലീഗലാണ്, സോ അതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഉടനെ അത് ഇല്ലീഗൽ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മളെ ഇത്രയും പഠിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഇതിനകത്ത് എന്താ പറയുക ഒരുപാട് എത്തിക്സ് ഉണ്ട്. ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരുപാട് എത്തിക്സ് ഉണ്ട്. അപ്പോൾ ഈ എത്തിക്സിനെ പോലും അതിന്റെ മൂല്യങ്ങൾ പോലും മനസ്സിലാക്കാണ്ട് പല ആളും ഒരാളെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരാളെ ചെയ്യുന്നതിന് ആ ആളെ ചെയ്യാമോ പാടില്ല എന്നുള്ളത് അത് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഏത് ഏജിലുള്ള ആളെ ചെയ്യാം, ഏത് ഏജിലുള്ള ആളെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ അസുഖമുള്ള ആളെ ഹിപ്നോട്ടിസം ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ അസുഖമുള്ള ആളെ ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാണ്ട് നമ്മളൊക്കെ പഠിച്ചെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഏകദേശം 2 വർഷം കൊണ്ട് പഠിക്കുന്നു. അതിന് ഏകദേശം 1600 ആളെ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ട്. അതിൽ പല ആളുകൾക്കും അവർക്ക് ലൈഫ് സ്പോയിൽ ആയി എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻ അവരെ തിരിച്ച് ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മോറോവർ ഒരുപാട് ആളുകൾക്ക് മരണപ്പെട്ടു പോയ ആളുകളെ കാണിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട്. കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പല ആളുകൾ ചെയ്യുന്നതിനുള്ള തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരാളെ അവരുടെ ആവശ്യം അനുസരിച്ച് അവരെ ട്രാൻസ്ലേറ്റ് കൊണ്ടുപോയി അവർക്ക് ഹാലുസിനേഷൻ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയി അവർ മരിച്ച ഒരാളെ കാണിച്ചു കൊടുക്കുന്നു. ദെൻ അവരെ അതിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു ട്രോമ എന്തെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അവർക്ക് അവസാനമായിട്ട് കാണാൻ പോലും പറ്റാതിരുന്ന പല ആളുകളെയും നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒന്ന് കാണിച്ചു കൊടുത്ത് അവരുടെ ലൈഫിൽ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സജഷൻസ് കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു ട്രോമയിലേക്ക് പോവാണ്ട് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്നു. പിന്നീട് ആ ഒരു ഇമോഷൻസ്, മരണപ്പെട്ട ആളുടെ ഇമോഷൻസ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ അവരെ പറ്റി ആലോചിക്കുമ്പോൾ സന്തോഷം മാത്രം തോന്നുന്ന, അല്ലെങ്കിൽ ആ അച്ഛന്റെ ഒരു മകളായാലും, ആ അമ്മയുടെ ഒരു മകളായാലും, അല്ലെങ്കിൽ ആ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒരു ചെറുമകളായാലും അഭിമാനം തോന്നുന്ന രീതിയിലേക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ തലച്ചോറിന്റെ ഭൂത മനസ്സിനകത്തുള്ള തോട്ട്സിനെ റീപ്രോഗ്രാം ചെയ്ത് അവരെ ലൈഫ് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ അമച്വർ ആയിട്ട് 2500 രൂപയ്ക്കും 3000 രൂപയ്ക്കും 950 രൂപയ്ക്കും 150 രൂപയ്ക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഹിപ്നോട്ടിസം കണ്ട് കേട്ട് പഠിച്ച പല ആളുകൾ അവർക്ക് ഒരു എത്തിക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാണ്ട് റോഡിലിറക്കി പട്ടിയെന്ന് ഒരാളെ ഹിപ്നോട്ടിസം ചെയ്യുന്നു, തിരിച്ചു വിളിച്ചോണ്ടെന്ന് പറഞ്ഞു വിടുന്നു. അതിനെ തുടർന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. തികച്ചും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനന്ത് പറഞ്ഞ ആ ഒരു വീഡിയോയുടെ 100% ഞാൻ യോജിക്കുന്നു. ബിക്കോസ് അനന്ത് പറഞ്ഞ ഓരോ പോയിന്റും വളരെ അർത്ഥമുള്ള കാര്യമാണ്. കാര്യം ഇത് അറിയാത്ത, പഠിക്കാത്ത പല ആളുകൾ, ഞാൻ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അനന്തുമായിട്ട് സംസാരിച്ചു, ഏകദേശം 20 മിനിറ്റുള്ള അനന്ത് സംസാരിച്ചു. അനന്ത് പറഞ്ഞ ഓരോ പോയിന്റുകളും വളരെ അർത്ഥമുള്ള കാര്യമാണ്. ബിക്കോസ് ആ ആളുകൾ ഈ 100 രൂപയ്ക്ക് 150 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് പഠിച്ചിട്ട് റോട്ടി ഇറങ്ങി ചെയ്യുന്ന അമേച്ചർ ആയിട്ടുള്ള ഹിപ്നോട്ടിസ്റ്റ് എന്ന് സ്വയം പറയുന്നത് അല്ലെങ്കിൽ മെന്റലിസ്റ്റ്, ചില ആളുകൾ മെന്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ട്. ബിക്കോസ് മെന്റലിസം വേറെ, ഹിപ്നോട്ടിസം വേറെ. മെന്റലിസം പഠിച്ച് ആ ഒരു ആർട്ട് ഫോം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബലത്തിൽ എനിക്ക് അറിയാമെന്ന് കരുതിയിട്ട് അടുത്ത ലെവലായിട്ട് ഹിപ്നോട്ടിസം പഠിച്ചിട്ട് റോട്ടിൽ ഇറങ്ങി പട്ടേന്ന് പറഞ്ഞ ആളെ പറ്റി ട്രാൻസ് ചെയ്യുന്നു, കൺമുമ്പിൽ നിങ്ങളുടെ അച്ഛനാണ് അമ്മയാണെന്ന് കാണിക്കുന്നു, എന്നിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നീട് അവർ എന്ത് സംഭവിക്കും? ഈ കണ്ട ഓർമ്മകൾ മുഴുകാനും അല്ലെങ്കിൽ ഉറക്കത്തിൽ അവരെ വീണ്ടും ചിന്തകൾ വരാനും ജോലി ചെയ്യുന്നതിനിടയ്ക്കാണെങ്കിലൊക്കെയും ഈ ഒരു പ്രശ്നം അവരെ വീണ്ടും തീവ്രമായിട്ട് അലട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം കൃത്യമായിട്ട് അവർ സജഷൻസ് കൊടുത്ത് അവർ ഏത് ചാനലിലൂടെയാണോ കൊണ്ടുപോയി അതേ ചാനലിലൂടെ തിരിച്ച് ലൈഫിലൂടെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ അത് മനസ്സിലാക്കാത്ത ആളാണ് ഈ ചീപ്പ് റേറ്റിന് എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് വന്ന് എന്തും ചെയ്യാം, എവിടെയും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മോറോവർ നിങ്ങൾ ചിന്തിക്കേണ്ട വേറെ കാര്യം വെച്ചാൽ ഈ ഒരു ഹിപ്നോട്ടിസിനകത്ത് ഒരു വളരെ വലിയ എത്തിക്സ് ഉണ്ട്. ഒരാളുടെ ബ്രെയിനെ, ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഒരാളുടെ മെമ്മറീസിനെ വെച്ചാണ് കളിക്കുന്നത്. ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഏത് വയസ്സുള്ള ആളിനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന പല ആളുകൾക്ക് അറിയില്ല. അവർ കൊച്ചു കുഞ്ഞുങ്ങൾ 10 വയസ്സും 11 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഹിപ്നോട്ടിസം ചെയ്യാൻ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് അവരുടെ ക്രിട്ടിക്കൽ ഫാക്ടർ, ക്രിട്ടിക്കൽ മൈൻഡ്, ബ്രെയിൻ ഡെവലപ്പിംഗ് ഏജിൽ ഒരു കാരണം അവർ ഹിപ്നോട്ടിസം ചെയ്യാൻ പാടില്ല. അതുപോലും മനസ്സിലാക്കാത്ത പല ഹിപ്നോട്ടിസ്റ്റ് എന്ന് പേര് വെച്ച ആളുകളും പബ്ലിക്കിൽ ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കാരണം ഇന്ന് ലീഗലായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മിക്കവാറും ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവരെ പോലെയുള്ള അൺഎത്തിക്സ് ഫോളോ ചെയ്യുന്ന, എത്തിക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അവയർനെസ് ഇല്ലാത്ത അമേച്ചറായിട്ടുള്ള ആളുകൾ കാരണം പല ആളുകൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പല ആളുടെയും ജീവിതമാർഗ്ഗം തന്നെ നശിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ഇതേപോലെയുള്ള തെറ്റിദ്ധാരണകൾ, അതായത് തെറ്റായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾ നേടിക്കൊണ്ട് ഒരു കാരണവശാലും പബ്ലിക് ഇറങ്ങി ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഒരാളെ തലച്ചോറ് യൂസ് ചെയ്യുന്ന കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, വളരെ തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പഠിച്ച് മനസ്സിലാക്കി മാത്രം ചെയ്യും. ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു പിച്ചാത്തി പോലെയാണ്. നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സുഹൃത്തുക്കൾ കൊടുത്ത് അവിടെ വിശപ്പടക്കാം. എന്നാൽ അതേപോലെ അതേ കത്തി വെച്ച് മറ്റൊരാളെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉപദ്രവിക്കാനും പറ്റും. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം തന്നെയാണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ. പല ആളും എത്തിക്സിനെതിരായിട്ട് നിങ്ങൾ നെക്സ്റ്റ് കണ്ണു നോക്കുമ്പോഴത്തേക്ക് തൊട്ട് മുന്നിൽ ന്യൂഡായിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റാണ്. എത്തിക്സിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഏറ്റവും അറിയുന്ന ഫ്രണ്ട്സിനും മറ്റാരെയും ചെയ്യുന്നവർക്കല്ല പബ്ലിക്കിൽ ഇറങ്ങി ഒരു പരിചയമില്ലാത്ത ആളെ പെട്ടെന്ന് പോയി കണ്ണുമ്പി കാണുന്ന ആൾ ന്യൂഡാണ് അല്ലെങ്കിൽ ഡ്രസ് ഇല്ല, വസ്ത്രം ഇല്ല എന്നൊക്കെ പറയുന്നത് അത് വെരി അൺഫെയർ ആണ്. അവർക്ക് ഒരു ട്രോമ തന്നെ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിനായിട്ട് മനുഷ്യരെ കാണിക്കുന്ന ഇത്, അതുപോലെ തന്നെ ഒരാളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, നെക്സ്റ്റ് കണ്ണു തുറന്ന് കാണുന്ന ഇന്ന സാധനത്തിന് പേടിയായിരിക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണ്, ബട്ട് അത് കൃത്യമായിട്ട് എന്റർടൈനിങ് രീതിയിൽ ചെയ്ത് അതിനെ ആ ഒരു ട്രോമ അവർക്ക് വരാത്ത രീതിയിൽ ചെയ്ത് ഒരു 15 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 18 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ഒരു പാമ്പിനെയാണ് കാണുന്നത് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവനുള്ള കാലം മൊത്തം ആ പാമ്പെന്ന് പറയുന്ന ജീവിയുടെ പേടിയായിരിക്കും.
അല്ലെങ്കിൽ ഒരു മെമ്മറി ലോസ് വരുന്ന സാധനം ചെയ്യുന്നു, അവരുടെ ബ്രെയിനിൽ നിന്ന് നമ്പർ, പേര്, വാട്ടവർ എന്തെങ്കിലും എടുത്ത് കളയുന്നു, പിന്നീട് കൃത്യമായിട്ടുള്ള സജഷൻ അവർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഫ്യൂച്ചറിൽ അവരുടെ മെമ്മറി ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നതാണ്, ബട്ട് കൃത്യമായിട്ട് ഏജ് നോക്കി അവർക്ക് വേറെ ഒരു ഫിസിക്കൽ മെന്റൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകളെ ചെയ്യുന്നു. ആ ഒരു പേടി ഒരിക്കലും വരാത്ത ഞാൻ ചെയ്തിട്ടുള്ള എന്റെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എന്റെ വീഡിയോയുള്ള ആളുകൾ ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു തെറ്റ് പറയാൻ കാണില്ല. ബിക്കോസ് കൃത്യമായിട്ടുള്ള ചാനലിലൂടെ അവരെ കൊണ്ടുപോയി അവർക്ക് വേണ്ട ഹീലിംഗ് എന്താണോ അത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്താണോ അത് കൊടുക്കുന്നുണ്ട്. തിരിച്ച് അതേ ചാനലിൽ തന്നെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു എത്തിക്സ് ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്യാതിരിക്കുക. മെന്റലിസം കൊണ്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാം, സന്തോഷിപ്പിക്കാം, എല്ലാം ചെയ്യാം. ബട്ട് നിങ്ങൾ അൺഎത്തിക്സ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാണ്ട് ഒരിക്കലും നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്യാൻ നിൽക്കരുത്. ഹിപ്നോട്ടിസം ചെയ്ത് മറ്റൊരാളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നിൽക്കരുത്. ഈ ഒരു പ്രൊഫഷനിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളുടെ അന്നം മുട്ടിക്കരുത് എനിക്ക് പറയാനുള്ളത്. സോ എത്തിക്സ് എന്നുള്ള സാധനം കീപ്പ് ചെയ്യാം. ഓക്കെ, പഠിക്കുക, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ബാക്കിൽ ഒരുപാട് സയൻസ് ഉണ്ട്, ബ്രെയിന്റെ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ പഠിക്കുക. ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് ഈ സാധനം പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനാണെങ്കിലും ഇവിടെ വർക്ക്ഷോപ്പ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്, അതിൽ ഓൺലൈനിൽ 10 ദിവസം 15 ദിവസം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനല്ല. അവരുടെ പറയുന്നത് നിങ്ങൾ ഒരു ചായ ഇടുന്ന എങ്ങനെയാണ്, ചായ ഇടാൻ നമുക്ക് പഠിപ്പിക്കാം. ബട്ട് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇട്ടിട്ട് പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ദാറ്റ്. അതിനൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ബട്ട് നിങ്ങൾ അത് പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും ഉപദ്രവം വരാത്ത രീതിയിൽ സ്വയമേ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം മറ്റൊരാളെ ചെയ്യുക, അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി ചെയ്യുക. വീഡിയോസ് ഇടുമ്പോഴാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എത്തിക്സിനെതിരായിട്ടുള്ള കാര്യം ചെയ്യാതിരിക്കുക. സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീണ്ടും പറയുന്നു, ഹിപ്നോട്ടിസം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സൂക്ഷിച്ചും കണ്ടും മാത്രം ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുക. മറ്റൊരാൾക്ക് ഉപദ്രവം ആവുന്ന രീതിയിൽ ഇത് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്യും. പിന്നെ കിട്ടിയ ഒരു സ്കില്ലും വെച്ച് നിങ്ങൾക്ക് വീട്ടിലിരിക്കുക, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ നന്ദി. ഇപ്പോ ഇന്ത്യയിൽ ലീഗലാണ്, താമസിയാതെ ഇല്ലീഗൽ ആകുമെന്നുള്ള രീതിയിലാണ് പെട്രാക്സ് പറയുന്നത്. ഇതിപ്പോ ഞാൻ നോക്കിയപ്പം നമ്മൾ ബ്രാൻഡഡ് ആയിട്ട് അഡിഡാസിന്റെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കോപ്പി ഇറങ്ങത്തില്ലേ, അബിദാസ് എന്ന്, അതുപോലത്തെ സാധനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പെട്രാക്സിനെ പോലെയൊക്കെ ഉള്ളവർ. എന്നാൽ ഇത് ചുമ്മാ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിച്ചിറങ്ങിക്കൊണ്ട് വല്ല കണ്ണന്തിരികളും ഊളത്തനങ്ങളും കാണിക്കുന്ന കുറെ ടീംസും ഇതിന്റെ ഇടയിലുണ്ട്. അതാണ് ഇവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇതല്ലാതെ ഫേക്ക് പരിപാടിയൊന്നുമല്ല, ഇത് പറ്റുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് പെട്രാക്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവൻ ഓരോരുത്തരെ മരിച്ചുപോയവരൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരെ ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നുണ്ട്. അവൻ അവരെ ബാക്ക് ടു നോർമലിലോട്ട് ആക്കിയിട്ടാണ് അവൻ പോകുന്നത്. എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ല, ഈ കാണിച്ചു കൊടുത്തിട്ട് അവരെ പാട് നോക്കി അങ്ങ് പോകും. അങ്ങനെ ബാക്ക് ടു നോർമൽ ആവാതെ പല ട്രോമയിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കണ്ടീഷൻസും ഒക്കെ നോക്കിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എടുപിടി കെട്ടെന്ന് പറഞ്ഞ് വഴിയെ പോകുന്നവനെയൊക്കെ കണ്ട ഉടനെ ചാടി കയറി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അടപടലം തേഞ്ഞിട്ട് നല്ല പണിയും കിട്ടും. ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തും കൊണ്ട് പബ്ലിക് ഇറങ്ങിയിട്ട് ഹിപ്നോട്ടിസം ചെയ്യുന്നവന്മാര് കാരണം ചില ആൾക്കാരുടെ ജീവിതം തന്നെ നശിച്ച് നാറാണത്തായി പോകും. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിങ്ങളെ പോലുള്ളവർ കാരണം ഇതുപോലെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെയും കൂടി മോശമായ രീതിയിൽ ബാധിക്കും. അങ്ങനെ ബാധിക്കാതെ ഇരിക്കട്ടെ. ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അത് മറ്റേ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന അവരുടെയാണ്. അതില് ആ ലേഡി ഇതുപോലെ ഹിപ്നോട്ടിസത്തിലൂടെ മരിച്ചുപോയ ആരെ കാണുന്നുണ്ട്. അതിനുശേഷം ബാക്ക് ടു നോർമൽ ആയിട്ടും അവരങ്ങോട്ട് ഓക്കെ ആകുന്നില്ല. ആ ഒരു സെറ്റപ്പ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കാം. Okay, Jubi, relax here, relax here, relax here. Sleep, 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 sleep. Jubi, happy ആണ് കേട്ടോ. Sleep, 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 sleep. Relax, relax, relax. ജുബി നല്ല ഹാപ്പിയാണ്. യാതൊരു അസ്വസ്ഥതയൊന്നും ഫീൽ ചെയ്യുന്നില്ല, യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് കേട്ടോ. ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. അത് ആലോചിച്ചതിന് ടെൻഷനൊന്നും ഉണ്ടാവില്ല. ടെൻഷനുള്ള എല്ലാ ടെൻഷനും പോയിട്ടുണ്ട്. യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല. ഹാപ്പിയാണ്. നല്ല എനർജി ഉണ്ടാവും. നല്ല പോസിറ്റീവ് മൈൻഡോടെ നല്ല എനർജി ഉണ്ടാവും. ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണത്തില്ല, അതുപോലെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യമെന്നല്ലേ നമ്മൾ വിചാരിക്കും. അതുപോലെ നമ്മുടെ ലൈഫിൽ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഹിപ്നോട്ടിസം വഴി. എന്തൊക്കെയാണ് ഇതിന്റെ സയന്റിഫിക് പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. എന്തായാലും എന്നെ ആരും ഹിപ്നോട്ടിസ് ചെയ്തിട്ടില്ല. നോക്കാം, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ അന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ ഈ ജുബി ബാസി വ്ളോഗ്സ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലുള്ള ആ ലേഡിയാണ് ഇവരെ ഹിപ്നോട്ടിസ് ചെയ്തിട്ടുള്ളത്. അവർ ബാക്ക് ടു നോർമൽ ആവാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇനി ബാക്ക് ടു നോർമൽ ആയാലും ചിലപ്പോൾ അതിന്റെ ഒരു ട്രോമ എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് പോകും. ഇപ്പൊ പെട്രാക്സ് ബോയ് പറഞ്ഞതുപോലെ അവൻ വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരെ ഓക്കെ ആക്കണം, ബാക്ക് ടു നോർമൽ സ്റ്റേജിൽ ആക്കി വേണം
അത് മടങ്ങാൻ. എന്നാൽ ചിലവന്മാർ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തും കൊണ്ട് ഇത് ആക്കി വിട്ടിട്ട് പോകും എന്നുള്ള രീതിയിലാണ് പെട്രാക്സ് പോയി പറയുന്നത്. അതുപോലെ ഒന്നും ചെയ്യാതിരിക്കുക. അതിൻ്റെതായ എത്തിക്സ് ഉണ്ട്, അത് കീപ്പ് ചെയ്ത് വേണം ചെയ്യാൻ. പിന്നെ വേറെ കുറെ എണ്ണം ഉണ്ട്, തുണി കൊടുത്തോണ്ടിരിക്കണമാരെ തുണി കൊടുക്കാത്തതാക്കി കാണിക്കുന്ന ഒരു സെറ്റപ്പ്. അത് തൊപ്പിയുടെ ലൈവിലുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് കൊടുക്കും. തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. നിന്റെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇനി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനക്കും നിനക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല. ശരിക്കോ എന്താ അതിനെന്താ നല്ലല്ല, അതിനെന്താ അതിനെന്താ അതൊന്നും ചെയ്തില്ല, അതൊന്നും ചെയ്തില്ല. അതിനെന്താ അത് ചെയ്യില്ല. പിടിച്ചോ 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 പിടിച്ചോ. കുഴപ്പമില്ല, ലൈവല്ല ലൈവല്ല, കുഴപ്പമില്ല. ഇങ്ങനത്തെ പല വിദ്യകളും ഹിപ്നോട്ടിസം വഴിയൊക്കെ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ആഗ്രഹം ഇല്ലേ, പഠിക്കണം ഹിപ്നോട്ടിസം എനിക്കും എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെയ്. ഇമാതിരി അപരാധം പരിപാടിക്കാണെങ്കിൽ അത് പഠിക്കാൻ നിൽക്കേണ്ട, അങ്ങോട്ട് പോകാനും നിൽക്കേണ്ട. ഇതൊക്കെ ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി നിന്നിട്ട് ഈ ഒരു സാധനം ചെയ്തു കഴിഞ്ഞുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. അത് ചിലവർക്ക് എൻജോയ് ചെയ്യും, ചിലവർ ട്രോമ സിറ്റുവേഷനിലോട്ട് വരെ പോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായ രീതിയിൽ അതിന്റെ എത്തിക്സ് കീപ്പ് ചെയ്ത് വേണം ചെയ്യാൻ. അല്ലാതെ പബ്ലിക് പ്ലേസിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ തുണിയിലേന്ന് കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഒന്നും ചെയ്യാതിരിക്കുക. എല്ലാത്തിനും അതിന്റെ എത്തിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് ലീഗലാണ്, ഇനി ഇല്ലീഗൽ ആക്കി വയ്ക്കരുത്. ആ ഒരു പരിപാടിയും കൂടി ചെയ്യില്ല. ഇതിൻ്റെതായ എത്തിക്സ് ഉണ്ട്, അത് കീപ്പ് ചെയ്ത് വേണം ചെയ്യാൻ. അല്ലാതെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഇറങ്ങും. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞുകൊണ്ട്, മെന്റലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. രണ്ടാണ്. അതുപോലെ കാണിക്കുന്നതൊക്കെ നേരെ ചോയൊക്കെ കാണിച്ചാൽ കൊള്ളാം. എല്ലാത്തിനും അതിന്റെ എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.